ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എന്നും പറയും സ്പെഷ്യലാണെന്നല്ലേ, പക്ഷേ എന്നും പറയുന്ന മാതിരിയല്ല ഈ വീഡിയോക്ക് വേറൊരു സ്പെഷ്യലുണ്ട്. അതായത് ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, പ്രത്യേകിച്ചൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ ഈ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇട്ട വ്ലോഗിൽ ഞാനൊരു സൂചന തന്ന് ഞാനൊരു പോക്കാണ്ട് പോയതേന്. എന്നിട്ട് എപ്പോഴാട്ടം കണ്ട് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മടിയാട്ടോ. അപ്പോൾ അതായത് ഒരു എന്താ പറയുക, വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ പറഞ്ഞിങ്ങനെ ആദ്യം തന്നെ ബോറടിപ്പിച്ചിട്ടില്ല, വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഫ്രണ്ട്സുകൾക്കും ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തോളിട്ട്, യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അൽമാറിയിൽ നന്നായിട്ട് വാരി വലിച്ചിട്ടിട്ട് ഒക്കെ ഒതുക്കി പെറുക്കി മടക്കി വെക്കാം കേട്ടോ. പിന്നെ പോകാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി എടുത്ത് വെക്കണമല്ലോ. പിന്നെ മീഷോന്ന് ഇങ്ങനെ അതേമാതിരി 2 ഇന്നർ ഓർഡർ ചെയ്തിട്ട് ആ ഒരു കറുപ്പും വെള്ളയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അതെല്ലാം നമ്മൾ അധികം ഉപയോഗിക്കുള്ളൂ. ഈ വെള്ളം ഞാൻ ഇതേമാതിരി ഒരു 6 മാസം മുന്നേ വേഗിന്നിട്ടാണ്. അപ്പോൾ നല്ല മുതലായിക്കണം കേട്ടോ. 100 ചില്ലറ ഉറുപ്പികയുള്ളൂ. നല്ല അടിപൊളി ഇന്നറായിട്ട് നമുക്ക് ഇങ്ങനെ കോട്ടായിട്ട്, അതായത് ഇന്നർ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഷർട്ടൊക്കെ ഇടുമല്ലോ, നമുക്ക് കോട്ടായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതായത് കോട്ടിൻ്റെ ഉള്ളിൽ ഇന്നറായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇന്നർ മാത്രം ഇട്ടിട്ട് നമുക്ക് അതിക്ക് മിഡിയോ അങ്ങനെ എങ്ങനെയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നമ്മൾ ഇഷ്ടമാതിരി കേട്ടോ. സംഭവം സെറ്റ് ആട്ടോ. ഒരു കുപ്പായ മാതിരി തന്നെയാണ്, ഇന്നറാണെന്ന് അങ്ങനെ തോന്നില്ല കേട്ടോ. അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൈൻ്റെയും അടിയിൽ ഇങ്ങനെ നമ്മളെ വയറിൻ്റെ ഭാഗത്തൊക്കെ അതേമാതിരി ഇങ്ങനെ ചെറിയ നെറിവൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞാൻ ഒരു വെള്ള ഇന്നർ ഞാൻ ആദ്യം വേങ്ങിന് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് മുതലായിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് എന്തായാലും പുതിയതൊന്നും കൂടി വേങ്ങാന്ന് കേട്ടോ. നമ്മൾ കുറേ ഇടുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുമല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതിങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ ആ ഇന്നർ ഇടുക, അതിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ കയ്യില്ലാത്ത ഡ്രസ്സൊക്കെ പുതിയ വെള്ള ഇന്നർ വേങ്ങലാന്ന് എഴുതിയിട്ട് ഒരു വെള്ള ഇന്നറും കറുത്ത ഇന്നറും വേണേനു ടച്ച്. അങ്ങനെ ഞാൻ 2 കൂടി മീഷോന്ന് ഓർഡർ ചെയ്ത് ചെയ്യുന്നിട്ടാ. ഞാനും മീഷോൻ്റെ ഒരാളാട്ടോ. ഒരുവിധമുള്ള സംഭവങ്ങൾ മുഴുവൻ ആ മീഷോ തന്നെ കേട്ടോ വേങ്ങുള്ളൂ. കാരണം അതാണ് ലാഭമായിട്ട് തോന്നട്ടോ. കടയിൽ കൊടുക്കണതിൻ്റെ പകുതി പൈസ മതിയിട്ട് നമുക്ക് മീഷോന്ന്, അതായത് കടയിൽ നമ്മൾ ഇരട്ടിക്ക് പൈസ കൊടുക്കണം, ആ പൈസക്ക് 2 സാധനം എടുക്കട്ടോ മീഷോന്ന്. എല്ലാവരും പറയും മീഷോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയട്ടോ. പക്ഷേ എനിക്ക് തരായിട്ട് അങ്ങനത്തെ പറ്റലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ സാധനങ്ങൾ വേങ്ങുമ്പോൾ നോക്കിയും കണ്ടും വേങ്ങിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരുവിധം എന്ന് പറഞ്ഞാൽ ഒരുവിധം 500 ഉറുപ്പ്യേൻ്റെ ഉള്ളിൽ ഒതുങ്ങണേക്കാർ അധികം ഞാൻ വേങ്ങട്ടെ. അതേമാതിരി ടോപ്പുകളും ഇന്നറാൾ അങ്ങനെ അധികം ഇങ്ങനെ ഷോർട്ട് ടോപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതിൽ നിന്ന് എടുക്കുക. പിന്നെ സത്യം പറഞ്ഞാൽ കടയിൽ നിന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെ സാധനം വേങ്ങുമല്ലോ, ഫുള്ള് മീഷോൻ്റെ ഒരാളാട്ടോ ഞാൻ. എൻ്റെ അമ്മക്കൊന്നും വല്ലാതെ ഇഷ്ടമല്ല കേട്ടോ മീഷോ. കാരണം ഉമ്മ അറിയാം ലോക്കലേക്കാരം അങ്ങനെ എങ്ങനെ അറിയട്ടെ. എന്നാലും നമ്മൾ കൊടുക്കണ പൈസേനെക്കാട്ടി എത്രയോ നല്ല സാധനം കിട്ടുന്നുണ്ട് കേട്ടോ മീഷോന്ന്. കുറഞ്ഞ പൈസക്കായാലും നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. നോക്കിയും കണ്ടും വേങ്ങിയ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ കല്യാണത്തിന് മുന്നേ മീഷോൻ്റെ ആളേന്ന്, കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ വേങ്ങണ കാണുമ്പോൾ ലാലുവിനോട് എന്തെങ്കിലും സാധനം വേണം കടയിൽ നിന്ന് വേങ്ങാൻ പറയുമ്പോൾ എല്ലാം ചോദിച്ചപ്പോൾ കടയിൽ അതിലേറെ വില ഉണ്ടാവും. അപ്പോൾ ലാലു പറയുന്നത് മീഷോന്ന് ഓർഡർ ചെയ്തു അറിയട്ടാ. അങ്ങനെ ഇട്ട് ഞാൻ ഓർഡർ ചെയ്യും. പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് പകുതി പൈസ ലാഭത്തിൽ കിട്ടും. ചിലപ്പോൾ 10, 20, 30, 50 ഒക്കെ ആയിട്ട് ലാഭത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മീഷോ എത്രയോ ലാഭം തന്നെയല്ല. അധികം ഞാൻ 100 ചില്ലറ, അതായത് നമ്മൾ ഇന്നർ അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 ഉറുപ്പ്യേൻ്റെ ഉള്ളിൽ ഒതുങ്ങണേക്കാരട്ടെ. 300 ചില്ലറ, 200 ചില്ലറക്കൊക്കെ അടിപൊളി ടോപ്പുകളൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇട്ട് ഞാൻ വേഗം പിന്നെ എന്തായാലും അൽമാരയ്ക്ക് ഒതുക്കി പെറുക്കിയൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ഒതുക്കി പെറുക്കി മടക്കി വെച്ചതിന് ശേഷം പിന്നെ പോവാനുള്ള ഡ്രസ്സുകൾ ഞാൻ ബെഡിക്കണ്ട് വാരി വലിച്ചിട്ടിട്ടാ. അപ്പോൾ പിന്നെ അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാതെ എഴുതിയിട്ടാ. പിന്നെ എവിടേക്കാ പോടുന്നൊക്കെ നിങ്ങൾ വയ്യേ കണ്ടോളിട്ടാ. അപ്പോൾ ലാലു ആദ്യം തന്നെ പറഞ്ഞിരുന്നു രാവിലെ തന്നെ ഒതുക്കി പെറുക്കി വെച്ചുകൊണ്ടേ. എന്നിട്ട് നമ്മൾ ആ പോണ നേരമാകുമ്പോൾ ഒന്നും കാണാണ്ടാവില്ലല്ലോ. അതായത് അവിടെ എത്തുമ്പോഴാകുമ്പോൾ ഓരോന്ന് തപ്പിത്തരിക. അപ്പോൾ പിന്നെ ഒന്നും വേണ്ട, ഒന്നായിട്ട് അൽമാറിയിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് പിന്നെ നമുക്ക് വേണ്ട തിരഞ്ഞെടുക്കാമല്ലോ. മറ്റേ അൽമാറിൻ്റെ ഡ്രസ്സുകളുടെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടല്ലേ കാരം. അപ്പോൾ ഒന്നിട്ടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ തല ഉണ്ടാകുമ്പോൾ വാലുണ്ടാവില്ല, ആ ഒരു അവസ്ഥ ആയിക്കാരം. അപ്പോൾ പിന്നെ ഒന്നായിട്ട് വലിച്ചിട്ടിട്ട് അൽമാരയ്ക്ക് മടക്കി വെക്കണം, മടക്കി വെച്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ളതൊക്കെ വേറെ വെച്ചിട്ട് അങ്ങനെ ഒതുക്കി പെറുക്കി അതൊക്കെ ബാഗിലാക്കി സെറ്റാക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ മേക്കപ്പ് സാധനങ്ങൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ എഴുതിയിട്ട് ഒന്നായിട്ട് വാരി വലിച്ച് കൊണ്ടുപോകണ്ടല്ല. അങ്ങനെ വിക്സൊക്കെ ഞാൻ ആദ്യം തന്നെ മുൻകൂട്ടി വെച്ചിട്ട്, കാരണം ഒരു ലോങ് യാത്രയായിട്ട് അപ്പോൾ തോനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തലവേദന ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ മുൻകൂട്ടിയിട്ട് എല്ലാ സംഭവങ്ങളും വേങ്ങി വെച്ചിരിക്കണം കേട്ടോ. ഗുളികകളും പിന്നെ വിക്സ് കാര്യങ്ങളൊക്കെ ഇട്ട്, അതായത് ഛർദിൻ്റെ ഗുളിക, തലവേദനക്ക്, തുമ്മലിന്,
ഗ്യാസിന് അങ്ങനെയൊക്കെയുള്ള ഒരുവിധമുള്ള ഗുളികകളും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഗുളികകളൊക്കെ വേങ്ങിച്ചിട്ട്. കാരണം നമ്മൾ വേറൊരു നാട്ടിൽ പോകുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് വെജായൊക്കെ വന്നാലും നമ്മൾ ആകെ കുടുങ്ങുമല്ലോ. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ എന്താ പറയുക മരുന്ന് തപ്പി നടന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരുവിധമുള്ള സംഭവങ്ങളൊക്കെ ഒപ്പിച്ച് ബാഗിലാണ് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് പോയി വരാം. എന്നാൽ തന്നെ ഞങ്ങൾ നാളെ ഊട്ടി പോയപ്പോൾ ഇതേമാതിരി ഉണ്ടായി. കാരണം തണുപ്പ് കൂടി നമുക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ തുമ്മി ഇടങ്ങാറായി. ഒരു ദിവസം ചെന്ന ഫസ്റ്റത്തെ ദിവസം ഞാൻ തുമ്മി ഇടങ്ങാറായിട്ട് അന്ന് രാത്രി ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ഇതേമാതിരി ഞങ്ങളിങ്ങനെ കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒരു ഫാർമസി പോയിട്ട് മരുന്ന് വാങ്ങി കുടിച്ചിട്ടാട്ടെ എനിക്ക് സമാധാനമായത്. അപ്പോൾ ആ ഒരു അനുഭവമുള്ള കാരണം മുൻകൂട്ടിയിട്ട് ഞാൻ വിക്സും ഗുളികയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലാലുവിനോട് പറഞ്ഞിരുന്നു ഗുളികയും കാര്യങ്ങളെല്ലാം അത് വാങ്ങി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ആ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് പിന്നെ ഞാൻ ചോറുണ്ണാൻ വേണ്ടി ഇറങ്ങി എന്നാട്ടാ. അങ്ങനെ ചോർക്ക് എന്താ കൂട്ടാന്ന് വെച്ചാൽ ചിക്കൻ കറിയും പിന്നെ എൻ്റെ സ്പെഷ്യൽ തക്കാളി ചമ്മന്തി. പറയുമ്പോഴൊക്കെ തൊള്ളി വെള്ളം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ പള്ള നിറച്ചാണ് ചോറുന്നത്. പിന്നെ എൻ്റെ സൗണ്ടിൽ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ ചെറുതായിട്ട് സൗണ്ടൊന്ന് മാറിയിരിക്കണം കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, ചെറുതായിട്ട് പനിച്ചണുണ്ട്, സൗണ്ട് ഇങ്ങനെ പോവാട്ടാ. അതട്ടാ ഒരു എന്താ പറയുക കിതക്കണ മാതിരി തോന്നണേ. അപ്പോൾ ഇങ്ങനെ എന്തായാലും അങ്ങനെ പിന്നെ ചമ്മന്തി ചോറ്റിലിട്ട് പിന്നെ ആ ഇറച്ചി പീസും ഒന്നായിട്ട് കൂട്ടി കുഴച്ച് ഇങ്ങനെ തിന്നാൻ എൻ്റെ പറയുമ്പോഴൊക്കെ തൊള്ളി വെള്ളം വരുന്നത്. അങ്ങനെ പിന്നെ പള്ളർച്ച് ചോറൊക്കെ തിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മേലെ വന്നിട്ട് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊന്ന് ഷേപ്പാക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ മെഷീൻ്റെ സൂചി പൊട്ടിയിരിക്കുന്നിട്ട്. അപ്പോൾ മെഷീൻ്റെ സൂചി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തലേന്ന് ഇതേമാതിരി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയപ്പം മെഷീൻ സൂചി വാങ്ങിയിട്ട് ഞാൻ അപ്പോൾ ആ പൊട്ടി സൂചി മെഷീൻ വന്ന് ഊരാൻ നോക്കിയിട്ടാണല്ലോ എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അതങ്ങനെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന് എന്തിനേലും മെഷീനിൽ പോയിരുന്നാലും മെഷീൻ ഒരു കളിയേക്കാരല്ല. എന്നാൽ മാതിരി തന്നെ ഇതും മെഷീൻ ആളിട്ട് കളിപ്പിച്ചാട്ടോ. കുറേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ആ സ്കൂൾ അങ്ങോട്ട് പോരുന്നില്ല കേട്ടോ. അങ്ങോട്ട് ഇടങ്ങറായിട്ടാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ട് കുത്തി തിരികെ ഞാൻ കുറേ ഇങ്ങനെ അയച്ച് ഇതാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ എണ്ണ കഴിഞ്ഞിട്ടാണ് കരുതിയിട്ട്. പക്ഷേ എണ്ണ ഒക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു സംഭവം ഇങ്ങോട്ട് ലൂസായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് സൂചി പോരുള്ളൂ കേട്ടോ. ഞാൻ എന്നിട്ട് കുറേ എൻ്റെ കൈയിട്ട് ഇതാക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്. അപ്പോൾ പിന്നെ മുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കുറേ തിരിച്ചു നോക്കിയിട്ടാ. എന്ത് ചെയ്തിട്ടും ഒരു ഇതുമില്ല കേട്ടോ. പിന്നെ താഴത്താട്ടോ സ്ക്രൂ ഡ്രൈവറൊക്കെ താഴത്തിന് പിന്നെ അവിടെ ഇറങ്ങി പോകാൻ മടിച്ചിട്ട് ഞാൻ അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നിട്ട് കുറേ അയിമക്കടന്ന് ഇങ്ങനെ പണിയിട്ടിട്ടാ. എന്ത് കാട്ടിയിട്ട് എന്താ അതിനൊരു ആട്ടും എനക്കും കുനിക്കില്ല കേട്ടാ. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ മടിയാണ്. പിന്നെ എന്തായാലും മടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, കാര്യം നടക്കണമല്ലോ. പിന്നെ താഴത്ത് പോയിട്ട് ഞാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് കൊടുന്ന് അത് അയച്ചു നോക്കിയിട്ടാ. അപ്പോൾ അയച്ചപ്പോൾ വേഗം പോകുകയും ചെയ്തേ. ഈ പണി ആദ്യം തന്നെ എടുത്താൽ മതിയെന്ന്. അങ്ങനെ പിന്നെ എന്തായാലും അതിമ കടന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇതാക്കട്ടെ. അപ്പം അങ്ങനെ എന്തായാലും തിരിച്ചു മറിച്ച് ഇതൊക്കെ ആക്കി സാധനം എന്തായാലും കൈക്ക് പോന്നിട്ടാ. അതിന് പിന്നെ പൊട്ടി സൂചിയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച്. എന്നിട്ട് പിന്നെ പുതിയ സൂചി വേങ്ങിയിട്ട് ഒരു പേക്ക് അതിനൊരു സൂചി ഇട്ടിട്ട് വേഗം അടിച്ചാൽ എഴുതിയിട്ടാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാ വെച്ചാൽ എത്രയൊക്കെ നേരം ഉണ്ടായില്ല പോകാൻ നേരത്തെ കടന്നിട്ടൊരു കുട്ടിപ്പടയിലേക്കാരട്ടാ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ പിന്നെ എന്തായാലും പൊട്ടിപ്പടഞ്ഞ് എന്തായാലും ഞാൻ സൂചിയൊക്കെ ഇതാക്കാൻ എഴുതിയിട്ടാണ്. സത്യത്തിൽ ഈ സൂചി വേഗം മറന്നിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുടുങ്ങിന്നിട്ടാണ്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഓർമ്മയുള്ള കാരണം തലേന്ന് ഇതേമാതിരി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ മെഷീൻ സൂചി ഞാൻ വാങ്ങി. കണ്ടറിഞ്ഞൊരു പാക്കറ്റ് സൂചി വാങ്ങിയിട്ടാണ്. എൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഒരു പാക്കറ്റ് സൂചി നിർബന്ധമാണ്. നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകാൻ ഒരുങ്ങുമ്പോൾ അടിച്ചാനും മൂട്ടാനും ഷേപ്പാക്കാനൊക്കെ ആ നേരത്ത് പോയിട്ട് മെഷീൻ വെക്കും. ആ നേരത്തെ സൂചി പൊട്ടി പിന്നെ പറയും വേണ്ടി വരില്ലല്ലോ. പിന്നെ ആ ഡ്രസ്സ് ഇട്ട് പോകേണ്ടി വരില്ലേ. അങ്ങനെ ആവുമ്പം പിന്നെ ഞാൻ മുൻകൂട്ടിയിട്ടെല്ലാം വാങ്ങി വെച്ചിരിക്കുന്നിട്ടാ. അങ്ങനെ പിന്നെ ഇതിങ്ങനെ അടിച്ചിട്ടിട്ട് വേണം പിന്നെ സമാധാനമായിട്ടൊന്ന് കടന്നുറങ്ങി നീച്ചാൻ. ഉറങ്ങൽ നിർബന്ധമായിട്ടെന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചിലപ്പം ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ബേജാർക്ക് നല്ല ഉണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് ഒന്ന് വേഗം പോയി കടന്നുറങ്ങാൻ. അപ്പോഴാണേലും മെഷീൻ ആളിട്ട് കളിപ്പിച്ചാട്ടെ. അങ്ങനെ പിന്നെ എന്തായാലും ഈ ഒരു മഞ്ഞ ടോപ്പ് ഞാനിങ്ങനെ ഉമ്മാനെ കൊണ്ട് അടിപ്പിച്ചതേ. അപ്പോൾ പിന്നെ അത്രയായിട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഷേപ്പ് പിടിച്ചാൽ എഴുതിയിട്ട് അടിച്ചപ്പോൾ ഇങ്ങനെ കറക്റ്റൊക്കെ ചെയ്യുന്നു. പക്ഷെ എനിക്കൊന്നും ഇങ്ങനെ ഷേപ്പ് പിടിച്ചാൽ തോന്നിയിട്ട് ചെറുതായിട്ട് ലൂസ് മാതിരി തോന്നി. നമുക്കിങ്ങനെ ടോപ്പെല്ലാം ഷേപ്പിന് നിൽക്കണമല്ല അങ്ങനെ കേട്ടെ. അങ്ങനെ പിന്നെ എന്തായാലും ഇങ്ങനെ ടോപ്പ് ഇടുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ഷേപ്പിൽ നിൽക്കണം. മറ്റേ എന്താ വെച്ചാൽ ഒരു തളപ്പ്ളയാനാകുമ്പോൾ എന്തോ മാതിരി ഇട്ടിച്ച് എന്തോ പൊറുതിയായിട്ട് നമ്മൾ ഫസ്റ്റിൽ ടീഷർട്ട് ഇടണ മാതിരി ഒന്നുമല്ലല്ലോ. ടോപ്പ് ഇടുമ്പോൾ അങ്ങനെ പളപ്പ്ളയാനായി നിൽക്കുമ്പോൾ എന്തോ പൊറുതിയായിട്ടല്ലേ. അങ്ങനെ അപ്പോൾ വിചാരിച്ചിട്ട് അടിച്ചോണ്ട് വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ മടിച്ച് നിന്ന് പിന്നെ തോന്നി എന്തായാലും അടിച്ചാൽ എഴുതിയിട്ട്. പിന്നെ രാത്രി ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇടാൻ സുഖം അങ്ങനെ കോട്ടൻ്റെ ടോപ്പൊക്കെ തന്നെ അല്ലേ. അപ്പോൾ പിന്നെ ഈ ടോപ്പ് ഇട്ടിട്ട് തന്നെ പോകാൻ എഴുതിയിട്ട് മനല്ല മനസ്സോടെയാണ് മെഷീൻ ഇരുന്നിരിക്കണത്. പിന്നെ രാത്രി യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ അല്ലേ എഴുതിയിട്ടാണ് വേഗം അടിച്ചാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ പിന്നെ മെഷീൻ്റെ സൂചിയൊക്കെ ഇട്ട് നൂലൊക്കെ ഇട്ട് പിന്നെ ടോപ്പൊന്ന് ഷേപ്പ് പിടിച്ചാൽ എഴുതിയിട്ടാണ്. കയ്യൊന്നും പിന്നെ ഷേപ്പ് പിടിച്ചിട്ടില്ല, ടോട്ടലൊന്നും അങ്ങോട്ട് ഷേപ്പ് പിടിച്ചാൽ എഴുതിയിട്ടാണ്. ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട്.
അപ്പം എൻ്റെ ഒരു സമാധാനത്തിന് അടിച്ചതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു അടിപ്പ് അടിച്ചാൽ കരുതിയിട്ടാണ് അടിച്ചായിരുന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചാൽ നിന്നപ്പോഴാണ് പിന്നെയും നൂല് പൊട്ടി. ഇതൊരു എന്താ പറയുക പ്രത്യേക തരം ഒരു പിരാന്താട്ടോ. കാരണം നമ്മൾ നേരത്തെ അടിച്ചായിരിക്കും സൂചിയാണേലും സൂചി നൂലും ആളിട്ടാൽ കളിയാക്കൂട്ടാ. നമ്മൾ അടിച്ചാൽ നിൽക്കുമ്പോഴത്തെ സൂചി പൊട്ടും അല്ലെങ്കിൽ നൂല് പൊട്ടും. അതൊക്കെ നേരാക്കി അടിച്ചായിരിക്കുമ്പോൾ പിന്നെ നൂല് പിടിച്ചില്ല, അങ്ങനെ നൂല് കെട്ടിടും ഒക്കെ കൂടി ഒരു കഥയൊക്കെയല്ല. ഇങ്ങനെ മെഷീൻ അടിച്ചായിരിക്കണവർക്ക് അറിയുണ്ടാവും വല്ലാത്തൊരവസ്ഥയുണ്ട്. മെഷീനൊക്കെ എടുത്തെറിഞ്ഞു പോകാൻ തോന്നിട്ട് അത്രക്കും തലവേദനയ്ക്കാരം. കാരണം ഇതിങ്ങനെ നേരാക്കി നമ്മൾ അടിച്ചാൽ വേണ്ടി ഇരിക്കുമ്പോൾ പിന്നെയും നൂല് പൊട്ടി. ഈ നൂല് പൊട്ടുന്നതായിട്ട് ഏറ്റവും വലിയ പിരാന്ത്. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് പുറത്തൊക്കെ വന്ന് അടിച്ച് വരുമ്പോഴൊക്കെ ഒരു നേരമാവും. ചില നേരത്ത് നൂലിനൊരു കളിയാക്കണം. എന്നാൽ നമുക്ക് ആവശ്യമില്ലാതെ നേരത്തെ ഇങ്ങനെ മെഷീനിൽ പോയിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് നേരമല്ല നേരത്താകുമ്പോൾ ഒരു മാഞ്ഞാളം കളിയാക്കാരം. അങ്ങനെ തന്നെ ടബടി നൂല് പൊട്ടാൻ ആ സൂചി അല്ല നൂലിടും, പിന്നെ നൂല് പൊട്ടും നൂലിടും. അങ്ങനെ പിന്നെ എന്തായാലും നൂലിട്ട് പിന്നെ ഒന്ന് ഷേപ്പ് പിടിച്ചാൻ വേണ്ടിയിട്ട് വേഗം ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ അടിച്ചു വന്നപ്പോഴാണേലോ അങ്ങനെ അടിപ്പ് പിടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കൂടി ഒരു കഥയായിട്ട് കേട്ടോ. ഇങ്ങനെ ഇട്ടെറിഞ്ഞ് പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കാര്യമല്ല, എൻ്റെ ടോപ്പല്ലേ, ഇന്ന് ഇടാനുള്ള ടോപ്പായ കാരണം പിന്നെ നീച്ചിയിലിട്ട് ഇടുന്നത്. കാരണം പോകുമ്പോൾ ഇടാൻ ഇതും വേണമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതാണ്. പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇടാൻ സുഖം തോന്നിയത് ഇതാട്ടോ. രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെല്ലാം ഇടാൻ സുഖം വെച്ചിട്ടാണ് ഞാൻ കോട്ടൻ്റെ ടോപ്പ് തന്നെ ഇടാൻ കരുതിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ഇതടിച്ച് കഴിച്ചിട്ട് വേഗം ഉറങ്ങണം എന്നുള്ള നിയത്ത് വെച്ചിട്ടാണ് ഇരുന്നിരിക്കുന്നത്. അപ്പോൾ ഉറക്കമൊക്കെ കണക്കാവും തോന്നുന്നുണ്ട് ഇതിമ്മ ഇങ്ങനെ ഇരുന്നാലട്ടാ. അങ്ങനെ പിന്നെ ഞാനും മെഷീനുള്ള യുദ്ധം കഴിഞ്ഞ് മെഷീൻ എന്തായാലും നേരാക്കി എടുത്തിട്ടാ. പിന്നെ അങ്ങനെ വെറുതെ വിട്ടെടുക്കാൻ പറ്റൂലല്ലോ. വാശി കയറിയാൽ പിന്നെ നമുക്ക് എന്തും വാശിയായിട്ട് നമ്മൾ വേഗം ചെയ്ത് തീർക്കുമല്ലോ. എന്നാൽ മാതിരി തന്നെ നൂല് പൊട്ടും ഞാൻ നൂലിടും. അങ്ങനെ എന്തായാലും കുറേ നേരം അയിമ്മ പണിയെടുത്തിട്ട് എന്തായാലും മെഷീൻ നേരാക്കി എടുത്ത ടോപ്പും ഷേപ്പാക്കി എടുത്തിട്ടാ. അങ്ങനെ പിന്നെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയതാട്ടാ എന്തായാലും അടിപ്പ് പിടിച്ചിക്കണോ. നേരത്തെ ഇതേമാതിരി അടിച്ചിട്ട് അടിപ്പ് പിടിച്ചിരുന്നില്ല. അങ്ങനെ എന്തായാലും അടിപ്പൊക്കെ പിടിച്ച് കിട്ടിയിട്ടാ. പിന്നെ ഞാൻ ആ ഡ്രസ്സ് ഊരിയിടാൻ മടിച്ചിട്ട് ഞാൻ ഇട്ടീൻ്റെ മേലെ കൂടെ തന്നെ ഇട്ട് നോക്കട്ടെ. അപ്പോൾ പിന്നെ എന്തായാലും ഷേപ്പിൽ കിട്ടിയിരിക്കണം കേട്ടോ. കൈ ഒന്ന് ചെറുതായിട്ട് പിന്നെ മൂട്ടിയിട്ട് കൈ ഇത്തിരി കൂടി ലൂസായി തോന്നിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് പിടിച്ച്. അങ്ങനെ പിന്നെ അതൊക്കെ അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങിച്ചതിൻ്റെ ശേഷം വൈകുന്നേരം നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്ന് അങ്ങനെ ഇരുന്നിട്ടാ. പിന്നെ ഒരു എന്താ പറയുക 7:30 8 മണിയൊക്കെ ആയപ്പോൾ ലാലു വിളിച്ചിട്ടാണ് വേഗം മാറ്റി അപ്പം വരും എന്ന് പറഞ്ഞിട്ട് ലാലു കടയിൽ പോയതാണ്. ലാലു കടയിൽ നിന്ന് വന്നിട്ടാണ് ഞങ്ങൾക്ക് പോവാൻ കേട്ടോ. അപ്പോൾ രാത്രി 9 മണി 9:30 എന്തോ എന്നിട്ടാ ട്രെയിന്. ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ വേഗം മാറ്റി ഒരുങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ ലാലു വിളിച്ചപ്പോൾ പിന്നെ ഞാൻ വേഗം മാറ്റി ഒരുങ്ങാൻ നിന്നിട്ടാ. പിന്നെ മറ്റേ ലാലു വന്ന് യുദ്ധമായിക്കാരം കേട്ടോ. ഇൻ്റെത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തല്ലേക്കാരം കേട്ടോ. അപ്പോൾ പിന്നെ തല്ലിനുള്ള അവസരം വരുത്തണ്ടല്ല എഴുതിയിട്ട് വേഗം മാറ്റാൻ ഒരുങ്ങാനും നിന്നിട്ടാ. അപ്പോൾ എന്ത് സംഭവിച്ചാൽ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോവട്ടെ. അപ്പോൾ പിന്നെ ട്രിപ്പൊക്കെ പോകുമ്പോൾ പിന്നെ ആരും പറയണ്ടല്ലോ, വെയ്ത്താല നടന്ന് മാറ്റാനും ഒരുങ്ങാനൊന്നും പറയണ്ടല്ലോ. പോണ ഇൻട്രസ്റ്റിൽ വേഗം മാറ്റിയിരുന്നല്ലോ. അതിന് പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് ഇരുന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ BB ക്രീമും പൗഡറും കൺവെൻഷൻ ലിപ്സ്റ്റിക്കും ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. രാത്രിയല്ല ആര് കാണാൻ. എന്നാലും നമ്മളൊരു മനസ്സമാധാനത്തിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഒന്ന് മാറ്റി ഒരുങ്ങി പോകാമെന്നൊക്കെ കരുതിയിട്ട് ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ. അപ്പോൾ അതിൻ്റെ മര്യാദ കോലത്തിൽ പോകാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം മാറ്റാൻ ഒരുങ്ങാനൊക്കെ നിന്നിട്ടാ. പിന്നെ ഞാൻ എന്താ പറയുക ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച കാരണം പിന്നെ അത്ര വലിയ ബേജാറില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ എന്താ ബാഗ് എടുത്താൽ പോയാൽ മതി. എന്തായാലും ബാഗ് ഏറ്റാനുള്ള ആൾ ഞാനല്ല, ലാലുവാണ്. അതോട് പിന്നെ കഴിച്ചിലായിട്ട് അതോട് പിന്നെ ഉമ്മയും വാപ്പയും അല്ലാത്തവരൊക്കെ ബാഗിൽ കുത്തി നിറച്ച് നിന്നിട്ട് ആദ്യം തന്നെ ലാലു പറഞ്ഞു നിന്നിട്ട് അൽമാരയുള്ള സാധനങ്ങളൊന്നായിട്ട് ആ ബാഗിൽ കുത്തി നിറക്കരുതെന്ന്. കാരണം ഇതേമാതിരി ഊട്ടിക്ക് പോയപ്പോൾ ഞാൻ ലെഹങ്ക വരെ എടുത്തിന്നിട്ട്. എന്തിനാ വെച്ചാൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് ആയിരുന്നു ഞങ്ങൾ ഊട്ടി പോയി നിന്നിട്ടാ. അപ്പോൾ അന്ന് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ കരുതിയിട്ടാണ് ഞാൻ ലെഹങ്ക ഒക്കെ ബാഗിൽ കുത്തി നിറച്ച് പോയിരുന്നത്. അപ്പോൾ അവൻ ലാലു അന്ന് പിന്നെ വണ്ടിയും പോയിന്നിട്ടാ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഏറ്റി നടക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അന്ന് അതൊക്കെ എടുത്തിന്നിട്ടാ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണെങ്കിലും എനിക്കത് ഇട്ട് മാറ്റി ഒരുങ്ങാൻ മടിയായ കാരണം ഞാനത് ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ട്. എന്നിട്ട് അവിടെ എത്തി ലാലു ഇങ്ങനെ ബാഗിൽ നിന്ന് ഡ്രസ്സുകളും കാര്യങ്ങളും വലിച്ചിട്ടപ്പോഴാണ് ഈ ലെഹങ്ക കണ്ടത്. ലെഹങ്ക പിന്നെ നമ്മൾ ആ ഡ്രസ്സുകൾ മാതിരിയില്ലല്ലോ, അത്യാവശ്യം നല്ല കനം ഉണ്ടാവുമല്ലോ. എൻ്റെ കല്യാണ ലെഹങ്കയാണ്. അപ്പം ഞാനിങ്ങനെ ആ ഡ്രസ്സ് മാറ്റി മേക്കപ്പൊക്കെ ചെയ്തിട്ട് ലാലുവിനെ സർപ്രൈസ് ചെയ്യാന്നൊക്കെ കരുതിയിട്ടാണ് ലെഹങ്ക എടുത്തത്. പിന്നെ സർപ്രൈസ് പോയിട്ടൊരു കൊണ്ടേ ഉണ്ടായില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അത് ഇങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഒരുങ്ങാൻ പഠിച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ഞാനത് ആ ബാഗിൽ തന്നെ കുത്തി തിരികെ അവിടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ലാലു എന്നോട് പറഞ്ഞു എന്തിനാ അവളെ ഇതൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി. പക്ഷേ എന്താവും മടിയാണ്. പിന്നെ നേരം കിട്ടിയില്ല. രാവിലെ മാറ്റി ഒരുങ്ങി റൂമിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ രാത്രിയല്ലേ റൂമിൽ കയറി വരുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് മാറ്റി ഒരുങ്ങി ഫോട്ടോഷൂട്ട് എടുക്കാനൊന്നും നിൽക്കില്ലല്ലോ. അങ്ങനെ കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾ റൂം എടുത്തിരുന്നത് ഇതേമാതിരി കാറ്റുപാടൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വെച്ച് മടിയായ കാരണം ഞാൻ അന്ന് ഫോട്ടോസൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ലാലുവിന് ആദ്യം തന്നെ അറിയേണ്ട ഒരു സ്വഭാവം വെച്ചിട്ട് ലാലു പറഞ്ഞ്
എന്താണ് അൽമാറിയത്ത് മുഴുവൻ ബാഗൊക്കെ എടുത്തിടരുത് അറിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പാവല്ലേ ഇത് പിന്നെ എന്തായാലും നമ്മൾ ഏറ്റി പോകാനല്ലേ വെച്ചിട്ട് അൽമാറിയത്ത് മുഴുവൻ തന്നെ എടുത്തിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിയൊരിക്കലും മുണ്ട് ചുറ്റലും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അതായിട്ട് ആ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ലാല് വന്ന് കുളിച്ച് മാറ്റി ഒരുങ്ങി. പിന്നെ ഞങ്ങളൊന്ന് തിരൂർക്ക് വന്നിട്ട് എന്താ വെച്ചാൽ എനിക്കൊരു ഷാൾ വാങ്ങാണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ തലേന്ന് ഫാൻ എടുക്കാൻ വേണ്ടി പോയിന്നിട്ട് അന്നോട്ട് ഷാൾ വാങ്ങാൻ മറന്നെന്താ വെച്ചാൽ ആ നേരത്തും ഫാമിലിയൊക്കെ അടച്ചിരുന്നിട്ട് ലാസ്റ്റ് കസ്റ്റമർ ഞങ്ങളേന്ന്. അപ്പോൾ പിന്നെ ആ നേരത്ത് പിന്നെ ഷാൾ തപ്പിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഷാൾ അവിടെ കിട്ടിയില്ല. പിന്നെ വേറെ എവിടെയും ഇങ്ങനെ നോക്കിയാലും കേട്ടോ ഒരു ഇതുള്ള കടകളൊക്കെ അടച്ച് നേരം 9:10 മണി ആ ടൈമായി തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഷാൾ എടുത്തിരുന്നില്ല. പിന്നെ പോണ ആ നേരം കണ്ടിട്ട് ഞങ്ങൾ ഷാൾ എടുക്കാനൊക്കെ കരുതിയിട്ട് ഷാൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഷാളൊക്കെ വാങ്ങിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഇങ്ങനെ തിരൂർ അങ്ങാടിയിൽ തന്നെ തട്ടുകട കിട്ടാം. നല്ല അടിപൊളി മക്രോണിയും ചിക്കനൊക്കെ കണ്ടിട്ടാ. പക്ഷെ ലാലൊരു ഇഷ്ടമാട്ടോ മക്രോണിക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിട്ടില്ല. എനിക്കൊന്നും വലിയപ്പാൻ്റെ കടയിലത്തെ മക്രോണി ആയിട്ട് ഇഷ്ടമാണ്. പിന്നെ മക്രോണി ചിക്കൻ പൊരിച്ചൊക്കെ തിന്ന് അങ്ങനെ പിന്നെ തീറ്റൊക്കെ കഴിഞ്ഞ് പെരേക്ക് എത്തിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ പെരയിലാണ് നമ്മളെ ബാഗും സാധനങ്ങളൊക്കെ ഇരിക്കണത്. അപ്പോൾ അങ്ങനെ പെരയിലെത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ ലാലുവിൻ്റെ അടുത്തും ബാഗിൻ്റെ സിബും പൊട്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ തൽക്കാലം മുട്ടുസൂചിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരൂർ പോയിട്ട് ഇങ്ങനെ സിബ് നേരാക്കിച്ചാലാന്ന് കരുതിയിട്ട് അപ്പോഴാണല്ലോ ആ നേരമായതുകൊണ്ട് അവിടെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് പോകുന്നു. പിന്നെ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത കാത്തിരിപ്പ് എന്താണ് ട്രെയിന് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നായ്ക്കളൊക്കെ അത് വൈക്കാൻ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ പോകണടുത്ത് നടക്കണടുക്കോ ഇരിക്കണടുത്തൊക്കെ നായ്ക്കളേക്കാരം കേട്ടോ. നോക്കിയും കണ്ടു നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കടി കിട്ടും. കാരണം നമ്മൾ വർത്തമാനത്തിൽ അറ്റങ്ങൾ വാൽമ പോയി ചൂട്ടില്ല നല്ല കഥയിക്കാരം. പിന്നെ ആൾ കൂട്ടായിരുന്നു അത് മുന്നിൽ പോകണിട്ട് ഞാനും എൻ്റെ പെണ്ണുങ്ങളും ബാക്കിലേന്ന് കേട്ടോ. അങ്ങനെ തിരൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറുന്നു. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ പാലക്കാട്ട് നേരെ പഴനിന്ന് അങ്ങനെ ബസ്സില്ല. അപ്പോൾ എവിടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ കാത്തിരുന്നതിന് ശേഷം എന്തായാലും ഞങ്ങൾ ആ ട്രെയിന് വന്നിട്ട് പിന്നെ നെഞ്ഞത്ത് കൂടെ ഒരു കാളലാട്ടോ. കാരണം എന്താ വെച്ചാൽ ട്രെയിന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിൽ കയറുന്ന രംഗാലോചിച്ച് ഭയങ്കര ബേജാറാട്ടോ. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ വല്ലാതെ പോയി ശീലമില്ലായിട്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ തിരൂർ വന്നതിൻ്റെ ശേഷം ട്രെയിന് കയറുന്നതൊക്കെ മറ്റേ ട്രെയിന് കണ്ടിന്ന് റോട്ടിൽ വന്നിട്ടുള്ള കാഴ്ച കാണാമെന്നല്ലാതെ അങ്ങനെ ട്രെയിന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിൻ്റെ ശേഷം അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയിരിക്കണ് ഇടക്കും നിലക്കൊക്കെ കയറലുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കയറുന്ന നേരത്ത് കാണാം നെഞ്ഞത്ത് കൂടി ഒരു കാളൽ ഒരു ബേജാറായിക്കാരട്ടാ. എന്താ വെച്ചാൽ കയറൽ നമ്മൾ അഥവാ നമ്മൾ കാൽ തെറ്റി ഇങ്ങനെ നമ്മൾ വീഴുമോ പിന്നെ കയറിയ സ്ഥലം ഉണ്ടാവുമോ കയറാൻ വയ്ക്കുമോ അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടി കുത്തി തിരക്കി കയറലേക്കരാം. അതൊക്കെ കൂടി ആലോചിച്ചിട്ടുള്ള ടെൻഷനായിട്ട് എനിക്ക്. പിന്നെ ലാലുവിനോട്ടൊക്കെ അതുപോലെ ബസ്സിനും വണ്ടിക്കൊക്കെ പോകണ മാതിരിയായിട്ട് അവർക്ക് പിന്നെ ശീലമാണ്. അതിന് പിന്നെ എന്തായാലും ട്രെയിനിൽ കയറി സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയിട്ട് അപ്പോൾ അവൻ ലാലുവിൻ്റെ കൂട്ടുകാരും നിൽക്കുക നിന്നിട്ട് ഞങ്ങളെ രണ്ടാളും വേഗം ഇരുത്തി തന്നിട്ട് പോലും ഈ ലാലുവിനെ അറിയാം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വഭാവം മാറുന്നു. അപ്പോൾ വേഗം ഞങ്ങൾക്ക് സീറ്റൊക്കെ ഒപ്പിച്ചെന്ന് ഞങ്ങളെ ഇരുത്തി തന്നിട്ട് അവിടെ. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ചായ കോഫി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകട്ടെ രസമായിട്ട സംഭവം. ഇങ്ങനെ കയറിയാലും ഇരിക്കാനും സീറ്റ് ഇടണം കിടക്കാനും ഇരിക്കാനൊക്കെ സീറ്റ് ഇട്ടാൽ അങ്ങ് സെറ്റാട്ടാ. പിന്നെ ലാലുവിനും കൂട്ടുകാരും സീറ്റ് ഇട്ടിട്ടാണ്. അങ്ങനെ പിന്നെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ എന്താ പറയുക പാലക്കാട് എത്താൻ നേരത്താണല്ലോ മേലെ സീറ്റ് കഴിഞ്ഞപ്പിച്ചൊരു പൂതി മേലത്തെ സീറ്റ് കയറിയിരിക്കുക. അങ്ങനെ ലാലുവിനെ മേലെ കയറ്റിയിരുത്തി തന്നിട്ടാണ്. അങ്ങനെ പിന്നെ മേലെ കയറിയിരുന്ന പൊലിവിൽ വീഡിയോ എടുക്കുന്നിട്ട് അപ്പോഴാട്ടോ ഒരു രണ്ടാളും കാണുന്നത് ഞാൻ വീഡിയോ എടുക്കണത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എത്താൻ നേരത്തെ സീറ്റ് കിട്ടിയത്. പിന്നെ നേരല്ല നേരത്തെ ഇച്ചൊരു പൂതിയായ കാര്യം ഞാൻ പറഞ്ഞു വേഗം കയറ്റിയിരുത്തി തന്നാൾ 2 മിനിറ്റിലും അതിൻ്റെ മേലെ കയറിയിരിക്കട്ടെ. അങ്ങനെ കയറിയിരുന്നാട്ടെ. ഞങ്ങളാണെങ്കിലും ഇറങ്ങാൻ നിൽക്കണം പാലക്കാട്. അപ്പോൾ ലാലു ഇറങ്ങി ഇറങ്ങണോ കയറണോ വെച്ചിട്ട് ഇന്നെ അങ്ങനെ കളിയാക്കാട്ടാ. ഞാൻ പിന്നെ എന്തായാലും കയറ്റിയിരുത്തിയല്ലേ കുറച്ച് നേരം ഇരിക്കാൻ നേരിട്ടിട്ടാണ്. അങ്ങനെ പിന്നെ എല്ലാവരും ഇറങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഇറങ്ങിയത്. കാരണം എനിക്ക് ആ മേലെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നില്ല. കാരണം നമുക്ക് കുറേ കഴിഞ്ഞിട്ടൊന്നും സീറ്റ് കിട്ടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൻ്റെ മേലത്തെ സീറ്റ് കയറിയിരിക്കണം. ആ ഒരു പൊലിവുണ്ടായിരുന്നിട്ട് എനിക്ക്. കാരണം നമ്മൾ പോകുമ്പോൾ കടിയിൽ സീറ്റ് ഇട്ടാന്നല്ലാതെ മേലെ കിട്ടിയാൽ കയറാൻ മടിയെന്നിട്ടാണ്. പിന്നെ ഇന്ന് വല്ലാതെ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ലാലു എന്നെ മേലക്കാണ് കയറ്റി വെച്ച് ഇരുത്തി തന്നിട്ട് അപ്പോൾ ആ ധൈര്യത്തിൽ അവിടെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. ഞാൻ പിന്നെ എന്തായാലും പാലക്കാട് എത്തിയപ്പോൾ ഇറങ്ങി. അങ്ങനെ മനമല്ല മനസ്സോടെ ഇട്ട് ഇറങ്ങിയത്. കാരണം മേലെ സീറ്റ് കിട്ടിയാൽ കുറച്ച് നേരം ഇങ്ങനെ കയറിയിരുന്ന് കടാട്ടി പോകാൻ കരുതി. പിന്നെ കടാട്ടാൻ ഇരിക്കാനൊന്നും നേരമില്ലാത്ത കാരണം പാലക്കാട് എത്തിയ ആ ടൈമൊക്കെയാണ് എനിക്ക് അവിടെ സീറ്റ് കിട്ടിയത് കേട്ടോ. സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അപ്പം ഞാൻ കയറിയിരുന്നില്ല. അതായത് ഇറങ്ങാൻ നേരത്ത് കണ്ടപ്പോൾ ഒരു പൂതി ആ പൂതിക്ക് അങ്ങനെ കയറ്റിയിരുത്തി എന്നിട്ടല്ലോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സീറ്റിൽ ഇരുന്ന് കേട്ടോ. അങ്ങനെ പിന്നെ പാലക്കാട് എത്തി ഇറങ്ങി. അപ്പോൾ നായ്ക്കൾ ഇങ്ങനെ അതേമാതിരി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ ഭയങ്കര കളിയാട്ടാ. നായ്ക്കുട്ടി അതിൻ്റെ തള്ളിയാ തോന്നുന്നുണ്ട്. ഞങ്ങളെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങളങ്ങനെ എന്തായാലും ഇവിടുന്ന് പിന്നെ നേരം പുലർച്ചെക്കാട്ടേ പോവുള്ളൂ. അങ്ങനെ പിന്നെ നടക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ്. അങ്ങനെ പിന്നെ ഇനി ഫുഡ് കഴിക്കണം റൂം എടുത്തിട്ട് നിൽക്കാമെന്നൊക്കെ കരുതിയിട്ട്. റൂം കിട്ടുകയാണെങ്കിൽ റൂം എടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ എവിടെയെങ്കിലും അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കണം എന്ന് കരുതിയിട്ട്. കാരണം പുലർച്ചെക്കാണല്ലോ ഞങ്ങളൊരു എത്ര ആയിട്ടുണ്ടോ 11 മണി ആ ടൈമാണ് തോന്നുന്നു. വലിയ ഓർമ്മയില്ല കേട്ടോ. ആ ഒരു നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. 11 മണി 11:30 അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. നട്ടപ്പാതിരിക്ക് എന്തായാലും അവിടെ എത്തിക്കണം.
അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫ്രൈഡ് റൈസൊക്കെ തിന്നിട്ട് ആദ്യം ഞാൻ വേണ്ട അറിഞ്ഞിട്ട് മക്രോണി തിന്ന കാരണം പൈപ്പില്ലായിരുന്നു. പിന്നെ ഓല് നിർബന്ധിച്ച് അങ്ങനെ തീറ്റിച്ചിട്ട് അങ്ങനെ പിന്നെ എന്തായാലും എന്താ പറയുക ഫ്രൈഡ് റൈസൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്നിട്ടാണ്. കാരണം അവിടുന്ന് പോന്നിട്ട് പിന്നെ റൂം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കിടക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ, നമുക്കൊരു പേടി ബേജാറല്ലേ കാരണം. പിന്നെ സ്വർണ്ണം കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് എവിടെയും കിടന്നുറങ്ങാം. സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഊരി വെച്ച് ഫാൻസി ഇട്ടിട്ട് എന്നിട്ട് ഞങ്ങൾ പോയിരുന്നത്. പിന്നെ ഏറ്റവും നല്ലത് ഇങ്ങനെ ലോങ് ബസ് യാത്ര ട്രെയിനിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്വർണ്ണം ഇടാതെ ഫാൻസി ഇട്ട് പോകുന്നതല്ലേ. പിന്നെ ലാലു പിന്നെ സ്വർണ്ണം ഇടാതെ തന്നെ ആയിക്കൂല കേട്ടോ. നമ്മൾ ഈ ട്രെയിനിൽ ലോങ് ബസ്സിലൊക്കെ പോകുമ്പോൾ ബസ് കയറുമ്പോൾ തന്നെ ലാലു പറയും സ്വർണ്ണം ഇട്ടിട്ട് പോകരുത് അറിയട്ടാം. അങ്ങനെ പിന്നെ എന്തായാലും സ്വർണ്ണമൊന്നും ഇല്ലാത്ത കാരണം പിന്നെ നമുക്ക് എവിടെ പോയി ഇരിക്കും ചെയ്യും, എവിടെ പോയി കിടന്നുറങ്ങുകയും ചെയ്യാം. എന്താ മുട്ട ഉറങ്ങിയാലും നമുക്ക് പേടിച്ചറിയല്ലോ, മറ്റേ നമുക്കൊരു ബേജാറല്ലേ കാരണം. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾക്ക് റൂം എന്തായാലും അവിടെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇതേമാതിരി ഇങ്ങനെ നമുക്ക് 1 മണിക്കൂറിന് എത്ര 30 ഉറുപ്പ്യ എന്താ വെച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ. ഒരു റൂമുണ്ട് നമുക്ക് AC റൂമുണ്ട്, AC ഇല്ലാത്തതിലാണെങ്കിലും മൂത്രമാണത്തിട്ട് എന്തായാലും പിന്നെ ഞങ്ങൾ AC റൂം എടുത്തിട്ടാണ്. അങ്ങനെ അവിടെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ പുലർച്ചയൊക്കെ ആയിട്ട് പിന്നെ അടുത്ത ട്രെയിൻ നമുക്ക് പഴനിക്കുള്ള, അതിന് പിന്നെ അടുത്ത ടിക്കറ്റ് എടുത്ത് പിന്നെ നമുക്ക് പഴനിക്ക് പോകാനുള്ള ട്രെയിൻ കാത്ത് നിൽക്കുകയെന്ന് കേട്ടോ. സമയം ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സമയം പറയാത്തത്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ എന്താ പറയുക ട്രെയിൻ കാത്തുനിന്ന് എന്തായാലും ട്രെയിൻ വന്നിട്ടാണ് പിന്നെ ഉറക്കിപ്പിച്ച ആ ടൈമാണല്ലോ. അങ്ങനെ പുലർച്ചെ ആയ കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറങ്ങാനായിട്ട് നല്ലപോലെ പറ്റിയിട്ടില്ല, ഇരുന്നല്ലേ ഉറങ്ങണേ. അങ്ങനെ നമുക്ക് എന്താണ് നമ്മൾ പെരയിൽ കിടന്നുറങ്ങണ മാതിരി ഒന്നും ഉറങ്ങാൻ വെച്ചല്ല. പലതരം ആൾക്കാരുണ്ടാവും, ഒപ്പമുള്ളവരാണെങ്കിലും കൂർക്കം വലിച്ച് കിട്ടിയില്ല. ഞങ്ങൾ മുന്നിലൊരു ചങ്ങായി കൂർക്കം വലിച്ചിട്ടില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ണുമ്പിയൊന്ന് പൂച്ചോർക്കം ഉറങ്ങി നീച്ചിന്നിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ കാത്തുനിന്ന് ഞങ്ങൾ ആ ട്രെയിൻ വന്ന് അങ്ങനെ ഞങ്ങൾ കുത്തിത്തിരക്കി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന ടൈമിലുള്ള ബേജാറ് പറയാൻ കാരണം അതാട്ടാ. ഇങ്ങോട്ട് കയറലേറും ഉണ്ടാവും, അവിടെ ഇറങ്ങലേരും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിത്തിരിക്കി വേണം നമുക്കങ്ങോട്ട് കയറാൻ. കയറി സീറ്റ് കിട്ടിയാൽ ഇല്ലെങ്കിൽ കുടുങ്ങുകയും ചെയ്തിട്ടാ. നിന്ന് ഉപ്പാട് ഇളകും. അങ്ങനെ എന്തായാലും ചെന്ന സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് വേഗം സീറ്റ് ഇട്ടിട്ടാ. ലാലു പിന്നെ അതേമാതിരി മേലെ സീറ്റ് ഉണ്ടപ്പോൾ ലാലു വേഗം മേലെ കയറിയിരുന്ന്, കാക്ക പിന്നെ അടിയിലിരുന്നു. ഞങ്ങൾ അതിൻ്റെ നേരെ അപ്പുറമായിട്ടുള്ള അരുവിലുള്ള സീറ്റിലിരുന്നിട്ടാ. അങ്ങനെ പിന്നെ രണ്ടാളും നല്ല ഉറക്കാട്ടം. ഞാൻ പിന്നെ ഉറങ്ങും അങ്ങനെ പിന്നെ പുലർച്ചെ ഇങ്ങനെ നേരം വെളുത്ത് തുടങ്ങുമ്പോൾ നല്ല കാറ്റാടിയൊക്കെ കണ്ടിട്ടാണ് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ വെളിച്ചമുള്ള ടൈമാണെങ്കിൽ അടിപൊളി എന്നിട്ട് കുറേ കാറ്റാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒഴിഞ്ഞ സ്ഥലമാണ്. അങ്ങനെ പിന്നെ നമ്മൾ പഴനിക്ക് എത്താനായിക്കണം കേട്ടോ. പിന്നെ അതേമാതിരി കുറേ കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ തിരൂർ വന്നതിൻ്റെ ശേഷം ഈ പച്ചപ്പ് കാണുമ്പോൾ എന്തോ കണ്ണിനൊരു കുളിർമേട്ട. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക വലിയൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല, കാരണം നമ്മളങ്ങനെ പാടും തോടൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മളെ വരായ കാരണം നമുക്ക് അങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ വലിയ വിലയും നിലയും ഉണ്ടാവില്ലല്ലോ. പിന്നെ തിരൂർക്കാണ്ട് പോകുന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ വല്ലാത്ത പച്ചപ്പും കാര്യങ്ങളും കാണില്ല. എല്ലായിടത്തും ഇതേമാതിരി കെട്ടിടങ്ങളും പെരയും കാര്യങ്ങളും അങ്ങനെ പിന്നെ അങ്ങാടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണൽ ചുരുക്കാട്ടാ. അപ്പോൾ അങ്ങനത്തെ പച്ചപ്പുള്ള സ്ഥലം കാണുമ്പോൾ എന്തോ വലിയ കാര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ലാലു അങ്ങനെ തന്നെയാണ്. എൻ്റെ നാട്ടിൽ വരുമ്പോൾ ലാലുവിന് എന്തോ വലിയ കാര്യമായിട്ട് ലാലു കളിയൊക്കെ ചെയ്യും. കാടാണ് പന്തയാണ് എന്താണ് എന്നൊക്കെ പറയട്ടാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കുളിർമയാണല്ലോ. അങ്ങനെ ഓലൊക്കെ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഉറങ്ങുന്നിച്ച് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഉറക്കം എവിടേക്കോ പോയിന്ന് കണ്ടില്ല കേട്ടോ. കാരണം നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഉറക്കം പോയിട്ടാ. എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്നും കിടന്നുറങ്ങി നീച്ചിട്ടാ. പിന്നെ ഞാൻ എന്താ പറയുക നമ്മൾ പെരീത്തെ സുഖം എന്തായാലും ട്രെയിനിൽ പോകുമ്പോൾ കിട്ടൂലല്ലോ ഉറങ്ങാനൊന്നും. ഇരുന്നല്ലേ ഉറങ്ങുക. പിന്നെ പോണ പോക്കിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ മുഴുവൻ വേസ്റ്റ് കൂട്ടിയിട്ട് കേട്ടോ. കുന്ന് വേസ്റ്റുകൾ കൂട്ടിയിട്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഇവിടെ ആൾക്കാർ ജീവിച്ച് പോകുന്നതെന്നാണ്. കാരണം നമ്മളവിടെ തന്നെ ഒന്നെല്ലാം ഒന്നായിട്ട് ഓരോ അസുഖങ്ങളുണ്ട്. അവിടെയൊക്കെ ഉള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ച് പോകണമെന്ന് അറിയില്ല കേട്ടോ. അത്രക്കും മലമായിട്ടാട്ടോ ആ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട് കണ്ടപ്പോൾ അന്തം വിട്ടിട്ട്. കാരണം ഇതിൻ്റെ ചുറ്റും ആൾക്കാരൊക്കെ താമസിക്കും, മറ്റങ്ങൾക്ക് എല്ലാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരില്ലേ. എൻ്റെ മനസ്സിലാദ്യം അതേമാതിരി കുഞ്ഞു പെരയും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. പോണ വയ്ക്കും നമ്മളെ മാതിരി വലിയ ആഡംബര പെരയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ വാർപ്പും പേരൊക്കെ ചുരുക്കട്ടെ. അധികം ഇതേമാതിരി ഓടും പേര ഷീറ്റ് പേര അങ്ങനെ കേട്ടോ. പിന്നെ രാവിലെ കണ്ടുള്ള രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പശുവിനെ കറക്കണതും ആൾക്കാർ പണിക്ക് പോണതും അങ്ങനെ പലതരം കാഴ്ചകൾ കണ്ടിട്ടാണ്. ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇടങ്ങേറല്ലേ. നമുക്ക് നമ്മളെ നാട്ടിലൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെ ഓടുംപെര തന്നെ കാണൽ ചുരുക്കമായിരിക്കണല്ലോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തന്നെ ഓടുംപെരയുള്ളൂ, കാര്യമായിട്ട് ഓടുംപെരയൊന്നും കാണാനില്ലല്ലോ. പക്ഷെ ഇവിടെയൊക്കെ വന്നപ്പോൾ ഷീറ്റിട്ട പെരയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അങ്ങനെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് എന്തായാലും ഞങ്ങൾ പഴനിയിലെത്തിയിട്ട് അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് നീരില്ല കേട്ടോ. കാരണം ഇങ്ങനെ നമ്മൾ കാലിങ്ങനെ മടക്കി വെച്ചിരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ചിട്ട് എങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടുന്ന് പിന്നെ ബസ്സിനാട്ടോ യാത്ര. അങ്ങനെ പിന്നെ എന്താ പറയുക ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ ഇതേമാതിരി കുറേ ആൾക്കാർ നമ്മളെ മുന്നിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഓല വണ്ടി കയറാനൊക്കെ പറയിട്ടാ. പക്ഷെ നമ്മൾ ആ വണ്ടിയിലൊന്നും കയറരുത്. നമ്മൾ കുറച്ച് അപ്പുറം പോയിട്ട് വണ്ടി കയറുകയാണെങ്കിൽ അതിലും കുറഞ്ഞ പൈസക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരാണല്ലോ ചങ്ക് പിടിച്ചിട്ട് വിലയായിട്ടാണ് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ മലക്ക് പോകണവരുണ്ട് കേട്ടോ. ഇവിടെ പഴനി അമ്പലത്തേക്കൊക്കെ വന്നവരൊക്കെ കേട്ടോ.
അങ്ങനെ പിന്നെ എന്തായാലും ഈ ചങ്ങായി ഞങ്ങളെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അയാളെ വണ്ടി പോകാൻ വേണ്ടി വിളിച്ച് ഞങ്ങൾ കയറിയില്ല. എന്നിട്ട് ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ കുതിര ഞാനിങ്ങനെ തൊട്ട് കളിച്ച് നിന്നിട്ടാ. അപ്പോൾ ആ ചങ്ങായിക്ക് ഭയങ്കര ഈറട്ടാ, അയാളെ വണ്ടി കയറാതെ ഞങ്ങൾ പോരല്ലേ. അപ്പോൾ അയാൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടാ, ഞാൻ ഈ കുതിരനെ ഇങ്ങനെ തൊടുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര ചൂടന്മാരാട്ടാ. പിന്നെ അവിടെ ഉള്ളൊരു കാക്കനോട് പറഞ്ഞു അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഈ ചങ്ങായി ഭയങ്കര ചൂട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അയാളൊരു ജാടാന്ന് പറഞ്ഞിട്ട് കുതിരനെ ഇപ്പം നമ്മൾ കാണാത്തെ നമ്മളെ നാട്ടിലുണ്ട് കുതിര എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടാ. അങ്ങനെ പിന്നെ എന്താ പറയുക ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നിട്ടാ. അതായത് അവിടെയൊക്കെ നിറച്ച് ഓട്ടോറിക്ഷകളുണ്ടാവും, പക്ഷേ അവിടെ നിന്നൊന്നും നമ്മൾ കയറരുത്, കാരണം പിടുത്തമിട്ട വിലയൊക്കെ ഒരു പറയാം. കുറച്ചും കൂടി നടന്നാലും ഇതേമാതിരി സ്റ്റാൻഡ് ഉണ്ടാവും, ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറിപ്പോകും. നമ്മൾ പറയണങ്ങനെ കുറച്ചിങ്ങനെ നമ്മൾ വില അങ്ങനെ കുറച്ച് പറഞ്ഞാലും നമുക്ക് ചെറുതായിട്ട് വിലയൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയിട്ട്, കാരണം എന്താ വെച്ചാൽ മുല്ലപ്പൂ പറഞ്ഞാൽ എൻ്റെ ജീവനാട്ടോ. അവിടെ എത്തിയപ്പോൾ മുല്ലപ്പൂകൾ പല തരം കേട്ടോ. അപ്പോൾ പൂവിൻ്റെ വില ചോദിച്ചപ്പോഴാണ് ചെറിയൊരു പീസിന് 50 റുപ്യ. അപ്പോൾ ലാലും 10 റുപ്യക്ക് നമ്മളെ തിരൂർ കിട്ടുന്നതാണ് കേട്ടോ. അതൊക്കെ ശരിയാണ്, 10 റുപ്യക്കൊക്കെ നമുക്ക് തിരൂരിൽ നിന്ന് എന്തോ ഒരു മുഴം പൂവൊക്കെ കിട്ടും. പക്ഷേ അവിടെ 50 റുപ്യ കേട്ടോ ഒന്നിന്. അങ്ങനെ പിന്നെ ഒരു ചെറിയ പീസ് ഉണ്ടാവുള്ളൂ, അതിനാണ് 50 റുപ്യ. പിന്നെ നല്ല മനസ്സോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെന്താ അവിടുന്ന് ഒരു സമൂസയും ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. അതാണ് നല്ല മനസ്സോടെ റസൂലായിട്ട് ഇഷ്ടമായില്ല. അങ്ങനെ പിന്നെ ബസ്സിൽ കയറി. ഈ ബസ്സിലാണല്ലോ ടിക്കറ്റിൽ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഓരോ അക്കണ്ട് കേട്ടോ. അതായത് ഓരോ സീറ്റ് നമ്പർ ഉണ്ട്, അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലാലുവിൻ്റെ കൂട്ടുകാരും ഓരോ പെണ്ണുങ്ങളും ബാക്കിൽ നിന്നിട്ട് ഞാൻ ഒരു ചേച്ചീൻ്റെ അടുത്ത് മുന്നിൽ, ഈ ചേച്ചീൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ എന്താ സംഭവിച്ചാൽ ഞാനും ഓളും കൂടി നിന്നിട്ടാണ് ടിക്കറ്റ് എടുത്തിന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആരുള്ളൂ ചോദിച്ചപ്പോൾ 3 ആൾക്കാരൊന്നും പറഞ്ഞു, ഞാൻ ഒരാളൊന്നും പറയട്ടെ. അതുകൊണ്ട് ഇച്ചാണ് വേറെ സീറ്റും കിട്ടി, ഓൾക്ക് 3 ആൾക്കും ഓരോരുത്തർക്കും സീറ്റ് കിട്ടിയിട്ടാ. ഞാൻ മുന്നിൽ വേണം, ഒരു ബാക്കിൽ വേണം കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ അപ്പം എന്താ പറയുക ആ ചേച്ചി എല്ലാം കമ്പനി ചെയ്തിട്ട് അതിന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ചുരം കയറാൻ കേട്ടോ. രാവിലെ ബസ്സിലാണ് കയറി ഇരുന്നിട്ട് 11 മണി കഴിക്കണിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ. എവിടെ സ്ഥലം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഈ പോണ എവിടെ വെച്ചാൽ കൊടൈക്കനാൽക്കാട്ടാ. അപ്പോൾ ഫുള്ള് ചുരം കേട്ടോ. ആ ചുരം കയറുമ്പോൾ ഇതേമാതിരി ചെറിയ കോടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പൊലിവ് ചെയ്യുന്നുട്ടോ. കാരണം അങ്ങനെ ചെറുതായിട്ട് മഞ്ഞൊക്കെ കണ്ടു തുടങ്ങിയില്ലേ, അപ്പോൾ ഭയങ്കര പൊലിവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പൊലിവിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അറിയില്ലല്ലോ അങ്ങോട്ട് എത്തുമ്പോൾ ഇതിലേറെ മഞ്ഞും കാര്യങ്ങളും കാണാണ്ടെന്നൊന്നും ഇതിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ പോണ പോക്കിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ പൊലിവല്ലേ, അതെടുത്ത് സ്റ്റാറ്റസൊക്കെ ഒന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ചുരം കയറി എന്നിട്ടോ എന്താ പറയുക അടിപൊളി യാത്രയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര സീനാണ് കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ച മാതിരിയുള്ള ഫുഡൊന്നും കിട്ടില്ല. പിന്നെ എല്ലാം മനസ്സോടെ തിന്നേണ്ടി വരും കേട്ടോ. കാര്യമായിട്ട് ഇവിടുന്ന് തിന്നാൻ പറ്റുക എന്താ വെച്ചാൽ നൂഡിൽസൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ ചുരം കയറി പകുതി എത്തിയപ്പോൾ അതേമാതിരി ബസ് കുറച്ച് നേരത്തിന് നിർത്തിയിട്ട് നിന്നിട്ടാ. നമുക്കിങ്ങനെ ബാത്റൂമിൽ പോകണമെങ്കിൽ പോവാ, ചാടിച്ചെന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ പിന്നെ ബസ് നിർത്തിയപ്പോൾ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നിട്ടാ. പിന്നെ ഞങ്ങളെ കൂടെ പൊന്നാനിയുള്ള ചെക്കന്മാരും ഉണ്ടായിരുന്നിട്ട്, ചെറിയ ചെക്കന്മാരാട്ടാ. അങ്ങനെ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട്. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പോരുന്ന പോക്കിലൊക്കെ നല്ല മഞ്ഞ് കാണാൻ കിട്ടാവും. ഇങ്ങനെ മഞ്ഞൊക്കെ കാണുമ്പോൾ എന്തോ വലിയ പൊലിവ് ചെയ്യുന്നിട്ടാ. ഊട്ടി പോയി നിന്നൊന്നും എത്ര മഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എത്ര തോനെ മഞ്ഞ് കണ്ടിട്ടില്ല കേട്ടോ. വയനാട് പോയപ്പോൾ ഊട്ടി പോയപ്പോഴൊന്നും ഇത്ര അങ്ങനെ മഞ്ഞ് കണ്ടിരുന്നില്ല, കുറവായിരുന്നിട്ടാ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കുറവായിരുന്നിട്ട്. ഇപ്പം ഇങ്ങനെ കാലാവസ്ഥ ഉണ്ട് എന്താണെന്നറിയില്ല, എന്താ പറയുക നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങിയില്ലേ. അങ്ങനെ പിന്നെ എന്തായാലും നല്ല അടിപൊളി മഞ്ഞൊക്കെ കണ്ട് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം എന്തായാലും ഞങ്ങൾ കൊടൈക്കനാൽ അങ്ങാടി എത്തിയിട്ട് പോണ പോക്കിൽ ഇതേമാതിരി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ടോ. പക്ഷേ ഈ പഹയന്മാർ ബസ് അവിടെ നിർത്തിയിട്ടെന്നില്ല, അവിടുന്നൊക്കെ പോകുന്നു. അങ്ങനെ ഒരു മിന്നായം മാതിരി ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പിന്നെ അങ്ങാടിയൊക്കെ എത്തിയപ്പം എന്തൊക്കെയോ ഒരു മാതിരി ഇട്ടാ. കാരണം നമ്മളിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നല്ല മഞ്ഞൊക്കെ കണ്ട് കോടൊക്കെ കണ്ട് പോകുന്നു. പിന്നെ അങ്ങാടി എത്തിയപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. പിന്നെ പൊലിവ് എന്താ വെച്ചാൽ റൂമിലൊന്ന് പോയിട്ട് കുറച്ച് നേരം ഇരുന്നൊന്ന് കിടക്കണം ഒക്കെ എന്നിട്ടാ. കാരണം നമ്മൾ ഫുള്ള് ഇരുന്നുള്ള യാത്ര ചെയ്യുന്നില്ല. പിന്നെ ഉറക്ക ക്ഷീണം അത് നല്ല ഉണ്ടായിരുന്നു. കാരണം നല്ലപോലെ നമുക്ക് ഉറങ്ങാൻ പറ്റണില്ലല്ലോ, ഇരുന്നുള്ള ഉറക്കം എന്ന് പറയുമ്പോൾ ഒരിക്കലും ശരിയാവില്ലല്ലോ. അങ്ങനെ പിന്നെ ഇറങ്ങാനുള്ള ടൈമായിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇറങ്ങല കേട്ടോ. കാരണം ഞാൻ ബാക്കത്തെ സീറ്റിലിരുന്നിട്ട് എല്ലാവരും ഇറങ്ങണം നോക്കിയിരിക്കുന്നിട്ട് എൻ്റെ പണി. അങ്ങനെ പിന്നെ അവിടുന്ന് പോകുന്നു. പിന്നെ ഞങ്ങൾ ഇതേമാതിരി അവിടെ ഇങ്ങനെ തപ്പി നടക്കുന്നിട്ട് ബാഗിൻ്റെ സിബ് നേരാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാഗിൻ്റെ സിബ് നേരാക്കാൻ ഒരു തന്തപ്പൊടിയിലെ കിട്ടി. അതാണല്ലോ ചങ്ക പിടിച്ചിരുന്ന വിലയിട്ടാ പറഞ്ഞ്. അങ്ങനെ എത്ര ഇപ്പോൾ പറഞ്ഞ് 100 ചില്ലറ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒരു ബാഗിൻ്റെ സിബ് നേരാക്കി തരാനായിട്ട്. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ 10 റുപ്യ കൊടുത്താൽ നേരാക്കി തരും. അതിനെന്താ കുറച്ച് പൈസ ആയിക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ അതിന് സിബ് ഇതാക്കിയിട്ട് പിന്നെ ഈ ബാഗിൻ്റെ കൈയിൻ്റെ അവിടെ ചെറിയൊരു പിന്നിലുണ്ടായിരുന്നിട്ട് അങ്ങനെ നല്ല കനം ഉണ്ടായിട്ടില്ല. അതിലൊരു കൈ ഇങ്ങനെ അതായത് 2 കൈ ഇടാതെ ഒരു കൈ ഇട്ട കാരണം ചെറുതായിട്ട് പിന്നിന്ന്. അപ്പോൾ അതിങ്ങനെ തുന്നിച്ചാൻ വേണ്ടി ചോദിച്ചപ്പോൾ എത്ര 60 റുപ്യ എന്താ പറഞ്ഞപ്പോൾ എല്ലാവരും ആ തുന്നിച്ചണ്ടായിരുന്നു. അങ്ങനെ പോകുന്നിട്ട്. കാരണം എന്താ വെച്ചാൽ ബാഗ് കനം കൂടിയിട്ടേ
ഞാനും ഉമ്മയും വാപ്പയും അല്ലാത്തവരൊക്കെ ബാഗിൽ കുത്തി നിറച്ച് വെച്ചിരുന്നു. അത് കാരണം ബാഗിന് നല്ല കനമുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല, ഒക്കെ വേണ്ട സാധനങ്ങളായിരുന്നു. ഞാൻ പിന്നെ ബാഗിൻ്റെ സിബ്ബൊക്കെ നേരാക്കി പോന്നിട്ട്. ഇവിടെയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നമ്മളെ മലയാളികളൊക്കെ ഇങ്ങനെ, അതായത് നമ്മളെ ട്രിപ്പ് വരുന്നവരൊക്കെ നല്ല ചങ്കപ്പിടിച്ചു കേട്ടോ. അമ്മാതിരി പിടുത്തം വിട്ട തീൻ്റെ വിലയായിട്ട് അവിടെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോരുന്ന പോക്കിൽ റൂമൊക്കെ പോകുമ്പോൾ അടിപൊളി കോടയും കാര്യങ്ങളൊക്കെ എല്ലാം ഇറങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ അതേമാതിരി ചെറുതായിട്ട് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണെങ്കിലും ബ്ലോക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. കാരണം ആൾക്കാർ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ ഇറങ്ങിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങണം എന്നൊക്കെ കരുതിയിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കാണാമെന്നല്ലാതെ. പിന്നെ ചെന്ന് ഞങ്ങൾ ആദ്യം ചായ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകാൻ കരുതിയിട്ട് നേരെ 11 മണി 12 മണി ഉച്ച ടൈം ആയിക്കണം. രാവിലെ 2 ബസ് കയറിയിരുന്നാണ്. എന്നിട്ട് പിന്നെ ആ നേരെ ആയിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടൈക്കനാലെത്തിയപ്പോൾ 11 മണി 11:30 ആ ടൈമൊക്കെ ഞങ്ങൾ കൊടൈക്കനാലെത്തിയത്. കുറേ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ കൊടൈക്കനാലെത്തി ചായ വണ്ടി കയറി കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് കാണുന്ന കാഴ്ചയിട്ടത് ഇതൊക്കെ കാണുമ്പോൾ വല്ല കാശ്മീരൊക്കെ പോയ ഒരു ഫീൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മരം കണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ മരത്തിൻ്റെ അതേ ലുക്കില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളും കരുതിയിരുന്നു ആപ്പിൾ മരമൊക്കെ ആണെന്ന് കരുതിയിരുന്നു കേട്ടോ. അതിന് കൊമ്പും ചുള്ളിയിലൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അവിടെ ചോദിച്ചു പറഞ്ഞപ്പോഴാട്ടോ അറിയുന്നത് അത് അടക്കാപ്പഴത്തിൻ്റെ മരമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത് എന്തെന്ന് വെച്ചാൽ നൂഡിൽസ്. എന്നിട്ട് അവിടെയൊക്കെ വന്നാലേ നൂഡിൽസൊക്കെ തന്നെ കാര്യമായിട്ട് തിന്നാൻ പറ്റുള്ളൂ. നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ആ ചേച്ചീൻ്റെ കടയിൽ നിന്നിട്ട് ഞങ്ങൾ അധികം ഫുഡ്, പോരോളുള്ള അധികം ഫുഡ് അവിടെ നിന്ന് തന്നെ കേട്ടോ തന്നീന്ന്. നല്ല അടിപൊളി നൂഡിൽസൊക്കെ എന്നിട്ടാ. അങ്ങനെ നൂഡിൽസൊക്കെ തിന്ന് പിന്നെ ഞങ്ങൾ റൂമൊക്കെ പോന്നിട്ട്, ഞങ്ങൾ റൂമാണെങ്കിൽ ഒരു മേലെ നിന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് കാണുന്ന കഴിച്ചിട്ട് കാണുന്നതൊക്കെ നല്ല കോട ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും റൂമിലെത്തിയിട്ട് അപ്പുറത്തോളം റൂം അപ്പുറത്ത് ഞങ്ങളെ റൂമിൽ നിന്നിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ റൂമിൽ നല്ല കിളിപ്പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി റൂമൊക്കെ തന്നെ നിന്നിട്ട്. പിന്നെ ചെന്ന സ്പോട്ടിൽ തന്നെ ലാലു ടി വി ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വയനാട് പോയപ്പോൾ ഊട്ടി പോയപ്പോഴൊക്കെ അതേമാതിരി തന്നെ ചെന്ന സ്പോട്ടിൽ ലാലു ടി വി ഓൺ ആക്കിയിട്ടു. ലാലു ഒരു പൈസ എടുക്കണില്ല മുതലാവണമെന്ന് അറിയിട്ടാ. പിന്നെ അതുപോലെ നമ്മളെ ഫോണിലത്തെ നെറ്റ് അവിടെ ഇങ്ങനെ റേഞ്ച് കിട്ടില്ലല്ലോ. പിന്നെ വൈഫൈമേ കയറട്ടെ, ഫുള്ള് വൈഫൈ കയറട്ടെ. ഓല വൈഫൈ ഓൺ ആക്കിച്ചിട്ട് ആ വൈഫൈമേട്ട് അധികം ഉപയോഗിക്കുക. പിന്നെ റൂമിൽ നല്ല അടിപൊളി ബാത്റൂം, പിന്നെ ഇപ്പം എന്താ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെച്ചുണ്ടാക്കാനൊക്കെ. നമ്മളെന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ട്രിപ്പ്. പിന്നെ ഞങ്ങൾ വെച്ചുണ്ടാക്കിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.